കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കരയറ്റുന്നു. എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നു മുതൽ ഒരു പഠന പരമ്പര ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ സഭ എന്നുള്ളതാണ് ഈ പഠന പരമ്പരയ്ക്ക് നമ്മൾ ആധാരമാക്കുന്ന വിഷയം. വർത്തമാന കാലഘട്ടത്തിൽ എല്ലാ നിലയിലും വളരെ പ്രസക്തമായ ഒരു പഠന വിഷയമായി ഇത് തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് പഠനം ആരംഭിക്കുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്നത്. വൈകല്യങ്ങൾ കൊണ്ട് ഉപദേശ വൈപരീത്യങ്ങൾ കൊണ്ട് ആത്മിക മണ്ഡലം ഒരളവ് വരെ കലുഷിതമാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവചനം ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ വർത്തമാന കാലഘട്ടത്തിലെ ആത്മിക അനുഭവങ്ങളെയൊക്കെ വിലയിരുത്തുമ്പോൾ തിരുവെഴുത്തുമായി വലിയ ബന്ധമില്ലാത്ത നിലയിൽ വികലമായ കാൽവയ്പ്പുകൾ നാം കാണുകയാണ്. തിരുവെഴുത്തിനെ ഒരളവ് വരെ നിഷേധിക്കുന്ന നിലയിലുള്ള ചില രീതികൾ ആത്മിക മണ്ഡലത്തിൽ പ്രകടമായിരിക്കുന്ന സ്ഥിതിക്ക് വിശുദ്ധ തിരുവെഴുത്തുകളാകുന്ന വേദപുസ്തകം ഈ വിഷയത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന സത്യമായ ചില കാര്യങ്ങൾ ദൈവജനത്തെ, ആത്മിക മണ്ഡലത്തെ പഠിപ്പിക്കാൻ, അത് വ്യക്തമാക്കുവാനായിട്ടുള്ള താല്പര്യത്തിലാണ് ഇങ്ങനെയൊരു പഠന പരമ്പര ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഈ പഠന പരമ്പരയിലേക്കും പങ്കുവയ്ക്കുന്ന ചിന്തകൾ ഗ്രഹിക്കാനും പഠിക്കാനും അത് തിരുവെഴുത്തടിസ്ഥാനത്തിലുള്ളതാണോ എന്ന് ശോധന ചെയ്യാനും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തിലെ പ്രത്യേകിച്ച് പുതിയ നിയമവേദഭാഗത്തെ പ്രസക്തമായ ഒരു സത്യമാണ് സഭ എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകം മൊത്തത്തിൽ മനുഷ്യവർഗത്തെ വിഭജനം ചെയ്യുമ്പോൾ മൂന്നായി തിരിച്ചിരിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാം ഭാഗമായ പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് യഹൂദ ജനതയാണ്.
അതുകൊണ്ട് തന്നെ ആദ്യത്തെ 39 പുസ്തകങ്ങളിലെ ഇടപെടൽ ആ ജനവിഭാഗവുമായിട്ടുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭ എന്ന ഒരു വിഭാഗത്തെ നമ്മൾ കാണുന്നു. അതാണ് പുതിയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജനവിഭാഗം. ആ പുതിയ നിയമ സഭയോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് ഒരളവിൽ പുതിയ നിയമ തിരുവെഴുത്തുകളായ 27 പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ പഴയ നിയമ ജനതയായ ഇസ്രായേലിലും പുതിയ നിയമ വിഭാഗമായ സഭയിലും പെടാത്ത ആളുകളെ ബൈബിൾ വിളിക്കുന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ ജെൻറ്റൈൽസ്, ജാതികൾ എന്നാണ്. എന്നാൽ പുതിയ നിയമ ജനവിഭാഗം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ പഠനത്തിൻ്റെ ഗൗരവമായ തലത്തിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാക്കും, അത് എല്ലാ ആളുകളെയും, യഹൂദനെയും ജാതികളെയും, അഥവാ യഹൂദനെയും യഹൂദേതരരെയും എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വിഭാഗമാണ് സഭ എന്ന് പറയുന്നത്. എന്നാൽ സഭയിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ, സഭാപ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ, സഭയിലെ അംഗങ്ങളായി കഴിഞ്ഞാൽ ജാതികൾ എന്നുള്ളൊരു പരാമർശം അവർക്ക് അതിനുശേഷം ഉണ്ടാകുന്നില്ല. അവരുടെ പേരും സ്ഥാനവും പദവും എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് സഭ എന്നുള്ള ആ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ആവശ്യമുള്ളതും നാം പഠനം ഇവിടെ ആരംഭിക്കുന്നതും. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകൾ, വേദപുസ്തകം ജനത്തെ 3 വിഭജിക്കുന്നു: യഹൂദൻ, സഭ, ജാതി. അതിൽ നമ്മുടെ പഠനം സഭയെക്കുറിച്ചാണ്. അത് വളരെ സവിശേഷമായൊരു പഠനമാണ്. പഠിച്ചെങ്കിലേ പറ്റൂ. പഠിച്ച് ഗ്രഹിച്ച് സഭയുടെ ഭാഗമായി ശക്തിയോടെ ദൈവത്തിന് പ്രസാദകരമായി ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിന്നുകൊണ്ട് കർത്താവിനെ സേവിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ എന്നുള്ള പ്രയോഗം വിശുദ്ധ പുതിയ നിയമ തിരുവെഴുത്തുകളിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് പഠനം ആരംഭിക്കുമ്പോൾ ആ പ്രത്യേക പദത്തിൻ്റെ പരാമർശം എവിടെ ആരംഭിച്ച് എവിടെ അവസാനിക്കുന്നുവോ അത്രയും തലങ്ങളിലൂടെ, ഇടങ്ങളിലൂടെ നമ്മുടെ വിശകലനങ്ങൾ കയറി ഇറങ്ങി പോകേണ്ടതായിട്ടുണ്ട്. തിരുവെഴുത്തിൽ, പുതിയ നിയമ തിരുവെഴുത്തിൽ ഏകദേശം 117 പ്രാവശ്യം സഭ എന്നുള്ള പദത്തിൻ്റെ പരാമർശം നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ പരാമർശം എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശുക്രിസ്തു ശിഷ്യന്മാരോട്, പ്രത്യേകിച്ച് പത്രോസിനോട് സംസാരിക്കുന്ന ഒരു സംസാര ഭാഗമാണ്, ഒരു വാചകമാണ്, ഒരു വാക്യമാണ്. അതിങ്ങനെയാണ്:
നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇതാണ് സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം. നമുക്കിങ്ങനെ പറയാം, കാലത്തിലെ ലോക ചരിത്രത്തിലെ ഒന്നാമത്തെ പരാമർശം സഭയെക്കുറിച്ച് ചെയ്തത് യേശുക്രിസ്തുവാണ്. മറ്റാരും അത് ചെയ്തില്ലേ എന്ന് ചോദിക്കണം. ചോദിച്ചാൽ വേറെ ആരും അങ്ങനെ പരാമർശം നടത്തിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതിന് കാരണമുണ്ട്. സഭ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, ഹ്യൂമൻ ഇൻവെൻഷൻ അല്ല. ഇത് ദൈവത്തിൻ്റെ ആവിഷ്കാരമാണ്. കാലത്തിൽ സഭയെ ആവിഷ്കരിച്ചത്, രംഗത്ത് കൊണ്ടുവന്നത്, സഭയെ സ്ഥാപിച്ചത് ദൈവമാണ്, യേശുക്രിസ്തുവാണ്. മനുഷ്യന്റെ ചിന്തയിൽ ഉടലെടുത്തതല്ല എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനേ പറ്റാത്ത നിലയിൽ ദൈവജ്ഞാനത്തിൽ ഇത് ആരംഭിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. സഭ ഒരു ദൈവിക സ്ഥാപനമാണ്, ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഉടലെടുത്തത് ദൈവജ്ഞാനത്തിലാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമുക്ക് തരുന്ന പരാമർശം ഇങ്ങനെയാണ്: സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം ആണ് സഭ. കാലത്തിലാണ് അത് രംഗപ്രവേശം ചെയ്തതെങ്കിലും കാലമുണ്ടാകുന്നതിന് മുൻപേ, ഈ സൃഷ്ടപ്രപഞ്ചത്തിന് മുൻപേ, നിത്യതയിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഉടലെടുത്ത, പ്ലാൻ ചെയ്ത, തയ്യാറാക്കിയ ഒരു ബൃഹത് പദ്ധതിയാണ് ദൈവത്തിൻ്റെ സഭ എന്നുള്ളത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഉടലെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ A to Z, അതിൻ്റെ ആകത്തുക, അത് മുഴുവനും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയിലുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവജ്ഞാന പദ്ധതിയായ സഭയോട് മനുഷ്യൻ്റേതായിട്ട് ഒന്നും ചേർത്ത് വയ്ക്കേണ്ടതില്ല, ചേർത്ത് വയ്ക്കാനില്ല, ചേർത്ത് വച്ചാൽ അത് ചേരുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ വളരെ വ്യക്തമായി, കൃത്യമായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവിടുത്തെ സഭയ്ക്ക്, ലോകത്തിലെ ജനത്തിന്, തിരുവെഴുത്ത് വായിക്കുന്നവർക്ക് അത് നൽകിയിട്ടുള്ളത്. നമുക്കതിനു വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കടപ്പാടുണ്ട്. സഭ എന്താണെന്ന് പഠിക്കാതെ നമുക്ക് സഭയാകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ഈ സഭയെക്കുറിച്ച്
നിത്യതയിൽ ദൈവജ്ഞാനത്തിൽ ഉടലെടുത്ത് കാലത്തിൽ യേശുക്രിസ്തുവിൻ്റെ അവതാരത്തോടുകൂടെ ഈ സഭയ്ക്കും അവതാരം നൽകി, അല്ലെങ്കിൽ ഉദ്ഭവം നൽകി, ഇന്നും ഈ കാലത്തിൽ തുടരുന്ന സഭ തിരുവചനപരമായി അത് എന്താണ്, എങ്ങനെയാണ്, എപ്രകാരമാണെന്ന് മനസ്സിലാക്കുവാൻ സഭാപ്രവേശനം നടത്തിയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ആവശ്യമുള്ളത് കൊണ്ട് വളരെ ഗൗരവമായി തിരുവെഴുത്ത് നൽകുന്ന വ്യക്തമായ വെളിപ്പാടുകളിലൂടെ വരുന്ന ദിനങ്ങളിൽ നാം ഒരു പദസഞ്ചലനം നടത്താൻ പോവുകയാണ്. ഒരിക്കൽ കൂടെ ഈ പഠനത്തിനായിട്ട് എല്ലാ സ്നേഹിതരെയും ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എൻ്റെ തുടർന്നുള്ള പഠനങ്ങളിലേക്ക് പ്രവേശിക്കാം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. യേശുവിൻ്റെ പ്രസ്താവനയാണ്. ആ പ്രസ്താവന നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം പ്രാർത്ഥനയോടുകൂടെ. പിതാവേ, ഇന്ന് ഈ ഒരു ലഘു ചിന്തയ്ക്ക്, ലഘുവായൊരു പങ്കുവയ്ക്കലിന് ചെവി കൊടുത്ത എല്ലാ സ്നേഹിതരെയും ഓർക്കുന്നു. അവർക്കെല്ലാവർക്കും നന്മ കൊടുക്കണമേ, അനുഗ്രഹം കൊടുക്കണമേ. തിരുവെഴുത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി യേശുക്രിസ്തുവിന് വേണ്ടി സഭ എന്നുള്ള നിലയിൽ സജീവമായി നിലനിൽക്കുവാനുള്ള എല്ലാ കൃപകളും കൊടുക്കണമേ. വൈകല്യങ്ങളിൽ പെടാനായിട്ടല്ല, തിരുവെഴുത്തിൻ്റെ വ്യക്തമായ പാഠത്തിൽ നിൽപ്പാൻ ഇടയാക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. തുടർന്നുള്ള പഠന പരമ്പരകളെയും ഉടനെ സഹായിച്ചാണ് അങ്ങ് മഹത്വമെടുക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാണ്.